ഹലോ ഹലോ. അത് പക്ഷേ ഒന്നും കൂടി പറയാം, ഇന്നലെ പറഞ്ഞതാണ്. സിംഗിളായിട്ടുള്ള എല്ലാവരും പ്രപ്പോസ് ചെയ്യാൻ പ്ലാനുള്ള പെൺകുട്ടിയുമായിട്ട് ബ്രോമാൻസ് കാണാൻ തിയേറ്ററിൽ പോവുക. തിയേറ്ററിലിരുന്ന് പടം കാണുക. ഇന്റർവെൽ ആകുമ്പോൾ ഒരു പപ്സും ഒരു ലൈം ജ്യൂസോ ഒരു പെപ്സിയോ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് പടം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് എൻ ക്രെഡിറ്റ്സ് ഇങ്ങനെ ഓടി തുടങ്ങുമ്പോൾ അവരോട് പറയാ ഈ KGF-ലൊക്കെ വരുന്ന പോലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് പറ്റിച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളുകളൊക്കെ ഇറങ്ങി പയ്യെ പോയി കഴിയുമ്പോൾ അവരെ പ്രപ്പോസ് ചെയ്യുക. ഓക്കെ ആവും. പ്രത്യേകിച്ച് ബ്രൊമാൻസ് ഞങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ വെച്ച് പറഞ്ഞത് ഇതാണ്. ബ്രൊമാൻസ് കാണുമ്പോൾ കുറെ ചിരിക്കാനുണ്ടാവും, ലാസ്റ്റ് സീൻ വരെ ചിരിക്കാനുണ്ടാവും. ചിരിച്ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ആ ആൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ എസ് പറഞ്ഞു പോകും. തമിഴാ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴ് പോലെ മിക്സഡ്. നല്ല എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. വിജയ് സാറിൻ്റെ ഒപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. യെസ്. എൻ്റെ കൂടെ ഒരു ഡയലോഗ് ലിയോ മൂവിയിൽ ഡയലോഗൊന്നും ഓർമ്മയില്ല, കുഴപ്പമില്ല. മമ്മൂട്ടിയായിട്ട് കുറെ സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യും. മമ്മൂക്കായിട്ട് പുണ്ടയിലും പ്രമേയത്തിലൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ 2010 പോക്കിരാജ എന്ന് പറഞ്ഞ സിനിമ FTFs കാണാൻ പോയതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസും ഒരു ഫാൻ ബോയ് മൊമെന്റ് അങ്ങനെ ബ്രേക്ക് ചെയ്യണം. അദ്ദേഹമൊക്കെ ആയിട്ട് അഭിനയിക്കും. ബ്രേക്ക് ആവൂലത്. എക്സൈറ്റ്മെന്റ് ഉണ്ടാവൂലേ? ഇപ്പോഴും ഉണ്ട്. ഇനിയും ചാൻസ് കിട്ടി ഞാൻ ഇനി അഭിനയിക്കും. അത് എടാ ഈ ഇപ്പൊ എങ്ങനെ പറയാ, ഇപ്പൊ ഈ കോളേജ് ഫംഗ്ഷൻ വന്നപ്പോ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിട്ടിരിക്കണല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ബാക്കിൽ നിന്ന് കാണുമായിരുന്നു ആൾക്കാർ വരുമ്പോ. അപ്പൊ ആ സ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തിയപ്പോ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും നമ്മളും പിന്നെയും മെച്ചപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതേപോലെ തന്നെ സിനിമ കാണാൻ പോയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ നടനാവുന്നു. പക്ഷെ എങ്ങനെയൊക്കെ ഒരു നടനായി മമ്മൂക്ക എന്നൊരു മഹാനടന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ, എക്സ്പീരിയൻസ് ചെയ്തത് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പാടല്ല, എനിക്ക് ബ്രേക്ക് ചെയ്യണ്ട. അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, താങ്ക് യു പുലി. ആ പൂവരിക്കാനോ എല്ലാരും ജനുവരി 14 ബ്രൊമാൻസ് കാണണേ. എല്ലാരും പോയിട്ട് കാണണം തിയേറ്ററില്. പാടണ്ടേ? ഏത് പാട്ട് പാടണ്ടേ? നീലനിലൊക്കെ കൊറേ പാടി ഞാൻ. ഇനി ഞാനത് പാടി എന്നെ ചവിട്ടി പുറത്താക്കും ആൾക്കാര്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. थोड़ी बदमाश हो तुम, थोड़ी नादान हो तुम, थोड़ी. ഈ പാട്ട് വേണ്ട അല്ലേ? കുറച്ച് വൈബ് പാട്ട് വേണ്ടേ? ഓക്കെ. കൈതപ്പൂവിൻ കണ്ണുകുറുമ്പേ തൊട്ടു തൊട്ടില്ല, കണ്ണും തെരിയൊടിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കൈതപ്പൂവിൻ കണ്ണിക്കുറുമ്പേ തൊട്ടു തൊട്ടില്ല, കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ഓക്കെ.